guys, welcome back to yet another episode of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് GNM നഴ്സിംഗിൻ്റെ മിത്ത് വേഴ്സസ് ഫാക്ട്സ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ GNM നഴ്സിംഗ് എന്താണെന്നുള്ളതിനെ പറ്റി അറിയാത്ത കുട്ടികളെല്ലാവരും നമ്മൾ മുന്നേ GNM നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇനി +2 കഴിഞ്ഞ് GNM നഴ്സിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ കുറേ കാര്യങ്ങൾ കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട്. അങ്ങനെയുള്ളവരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറക്കാതെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. നഴ്സിംഗ് എന്നൊരു കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ BSc നഴ്സിംഗ് ആണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ BSc നഴ്സിംഗ് മാത്രമല്ല, ആർമി നഴ്സിംഗ്, GNM നഴ്സിംഗ് തുടങ്ങി ഒരുപാട് നഴ്സിംഗ് കോഴ്സുകൾ നഴ്സിംഗ് സ്ട്രീമിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മൾ അധികം കേട്ട് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് GNM നഴ്സിംഗ് അല്ലെങ്കിൽ എന്താണ് GNM നഴ്സിംഗ് കോഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട്. ചിലർ ഇതിനെപ്പറ്റി കേട്ട് കേൾവി ഉണ്ടായിരിക്കും, പക്ഷേ BSc നഴ്സിംഗ് ആണോ ബെറ്റർ അല്ലെങ്കിൽ GNM നഴ്സിംഗ് ആണോ ബെറ്റർ എന്ന് അറിയാത്തത് കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോയിട്ടുള്ളവരും ഉണ്ടായിരിക്കും. ചിലർ GNM നഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് BSc നഴ്സിംഗിൻ്റെ അത്ര പോപ്പുലാരിറ്റി ഇല്ല അല്ലെങ്കിൽ അത്രയും സാലറി സ്കെയിൽ കിട്ടത്തില്ല എന്നുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ കാരണവും ഈ കോഴ്സ് ചൂസ് ചെയ്യാതെ പോയിട്ടുള്ളവരായിരിക്കും. GNM നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അവിടുന്ന് തന്നെ കൺഫ്യൂഷൻസ് സ്റ്റാർട്ടാവും. കാരണം BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സായിട്ടാണ് വരുന്നത്, അതും ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട്. അപ്പോൾ BSc നഴ്സിംഗ് ഉള്ളപ്പോൾ പലരും GNM നഴ്സിംഗ് ഡിപ്ലോമയായിട്ട് പഠിക്കാനായിട്ട് താല്പര്യപ്പെടാറില്ല. എന്നാൽ ഇതൊരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2 വർഷത്തെ BSc ഡിഗ്രി നഴ്സിംഗ് കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി GNM നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സല്ല. കാരണം BSc നഴ്സിംഗ് പഠിച്ചവർ തന്നെ ഒരുപാട് പേരുള്ളപ്പോൾ GNM നഴ്സിംഗ് പഠിച്ചവർക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് GNM എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ എബ്രോഡ് ആയിരുന്നിരുന്നാലും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതായത് മിഡ് വൈഫ് പോലെയുള്ള കാറ്റഗറിക്ക് ഒരുപാട് സാധ്യതകൾ ഏറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് മിഡ് വൈഫ് എന്ന് പറയുന്ന ഒരു ജോബ് റോളിലേക്ക് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, പ്രൈവറ്റായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ PSc ത്രൂവും GNM നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. മെറ്റേണിറ്റി ഹോംസ്, പിന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, നഴ്സിംഗ് ഹെൽത്ത് കെയർ, ഹോം ഹെൽത്ത് കെയർ, നഴ്സിംഗ് ഹോംസ്, പിന്നെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിപ്പോൾ നഴ്സിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ഉള്ളൊരു കോഴ്സാണ്. കാരണം നഴ്സിംഗ് എന്ന് പറയുന്നത് ഒട്ടനവധി സാധ്യതകളുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സാണ്. നമുക്ക് രോഗങ്ങളും ഹോസ്പിറ്റൽസും ഉള്ളിടത്തോളം കാലം നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ജോലിയുടെ സാധ്യതകൾ തീരുന്നില്ല. അപ്പോൾ GNM എന്ന് പറയുന്നതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വരില്ല. നിങ്ങളുടെ സ്കില്ല് ബേസ്ഡ് ആയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ മാത്രം ഈ കോഴ്സ് ചൂസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ അത്രത്തോളം ഉള്ളവരായിരിക്കണം, അതായത് പേഷ്യൻസ് ഉള്ളവരായിരിക്കണം, കൈൻഡ്നെസ് ഉള്ളവരായിരിക്കണം, പിന്നെ നിങ്ങളിതിൽ പാഷനേറ്റ് ഉള്ളവരായിരിക്കണം. ഇത് മാത്രമേ ഇതിൽ നിങ്ങൾക്ക് സ്കിൽ റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് ഈ കോഴ്സിൽ നിങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. GNM ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ലഭിക്കാൻ കുറച്ച് താമസം നേരിടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും എളുപ്പത്തിൽ ജോലി ലഭിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇക്വലൻ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും കുറേ പഠിച്ചുകൊണ്ടിരിക്കണം. ഹയറായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ലഭിക്കൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാലറി കൂടുതൽ ലഭിക്കൂ. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് 3 വർഷത്തെ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഡിഗ്രിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഉള്ളൊരു ഡിഗ്രി ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ സാലറി BSc നഴ്സിംഗിന് ഈക്വലായിട്ട് തന്നെ ലഭിക്കുന്ന രീതിയിലും എത്തുന്നതാണ്. ഇനി നിങ്ങളുടെ ഒരു അഷുറൻസിന് വേണ്ടിയിട്ട് ഒരു കാര്യവും കൂടി പറയട്ടെ. നഴ്സിംഗ് കോഴ്സിൻ്റെ അണ്ടറിൽ തന്നെയാണ് GNM വരുന്നത്. മറ്റ് കോഴ്സുകൾ പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കോഴ്സും തന്നെയാണ് GNM എന്ന് പറയുന്നത്. അപ്പോൾ GNMനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകളും സംശയങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ GNMമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. മറക്കാതെ അപ്ഡേറ്റ്സിനായി ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നതാണ്.